ഹായ് മക്കളെ, കൈനറ്റിക് തിയറി എന്നുള്ള ഏറ്റവും ചെറിയ ചാപ്റ്റർ 2-3 മാർക്കിന് മാത്രം എക്സാമിന് ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്റർ. ഓക്കെ, പക്ഷേ മാർക്ക് കുറവ്, വെയിറ്റേജ് കുറവ് എന്ന് കരുതി നമ്മൾ അത് അവോയ്ഡ് ചെയ്യരുത്. ഓക്കെ, നിർബന്ധമായും നമ്മൾ ഈ ചാപ്റ്ററിലെ ഏത് ചോദ്യവും കൃത്യമായി എഴുതാൻ നമുക്ക് സാധിച്ചിരിക്കണം. അതിനുവേണ്ടി ഈ ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട 10 ചോദ്യങ്ങളിലേക്ക് വരികയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: എ റിയൽ ഗ്യാസ് ബിഹേവ്സ് ആസ് എൻ ഐഡിയൽ ഗ്യാസ് അറ്റ്. ഒരു റിയൽ ഗ്യാസ് ഐഡിയൽ ഗ്യാസിനെ പോലെ പെരുമാറുന്നത് എപ്പോഴാണ്? നിങ്ങൾക്കറിയാം, ലോ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലും. ഓക്കെ, ലോ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചർ എന്ന് പറയുന്ന ഓപ്ഷൻ ഇതാണ്. ഓക്കെ, ശരി. അപ്പോഴാണ് കൈനറ്റിക് തിയറിയിലെ എല്ലാ പോസ്റ്റുലേറ്റ്സും അത് അംഗീകരിക്കുക. അപ്പോൾ ഒരു ഐഡിയൽ ഗ്യാസിനെ പോലെ ബിഹേവ് ചെയ്യും. സെക്കൻഡ് ക്വസ്റ്റ്യൻ: ഈസ് ടെമ്പറേച്ചർ ലെസ് ദാൻ അബ്സല്യൂട്ട് സീറോ പോസിബിൾ? ഇഫ് നോട്ട്, വൈ? ഓക്കെ, അബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്ന ടെമ്പറേച്ചർ 0 കെൽവിൻ ടെമ്പറേച്ചറാണ്. 0 കെൽവിനേക്കാൾ ചെറിയ ടെമ്പറേച്ചർ സാധ്യമാണോ? അല്ലെങ്കിൽ എന്തുകൊണ്ട്? നിങ്ങൾക്കറിയാം, ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ആവറേജ് കൈനറ്റിക് എനർജിയുടെ ഒരു അളവാണ്. ഓക്കെ, 0 കെൽവിൻ ടെമ്പറേച്ചറിൽ മോളിക്യൂളുകൾക്ക് വെലോസിറ്റി 0, മോളിക്യൂളുകൾ റെസ്റ്റിലേക്ക് എത്തും. അപ്പോൾ വെലോസിറ്റി 0, കൈനറ്റിക് എനർജി 0. ഈ കൈനറ്റിക് എനർജിയുടെ ഒരു അളവാണ് ടെമ്പറേച്ചർ. 0 കെൽവിനിൽ കൈനറ്റിക് എനർജി 0 ആയി. ഓക്കെ, പിന്നെ അപ്പോൾ അതിനേക്കാൾ ചെറിയ ടെമ്പറേച്ചറിൽ പിന്നെ വെലോസിറ്റി ഇല്ല, കൈനറ്റിക് എനർജി ഇല്ല, അപ്പോൾ ടെമ്പറേച്ചർ എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയും ഇല്ല. ഓക്കെ, അതാണ് ഡീറ്റെയിൽ ആയി ഞാൻ സെൻറ്റൻസ് ആക്കി എഴുതിയിട്ടുണ്ട്. അതൊന്ന് നോക്കി പഠിച്ചു നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ: വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ദി ടേം മീൻ ഫ്രീ പാത്ത് ഓഫ് മോളിക്യൂൾ? നെയിം ദി ഫാക്ടേഴ്സ് ഓൺ വിച്ച് ഇറ്റ് ഡിപ്പെൻഡ്സ്. നിങ്ങൾക്കറിയാം, ഗ്യാസ് മോളിക്യൂളുകൾ റാൻഡം മോഷൻ നടത്തുമ്പോൾ തമ്മിൽ കൊളൈഡ് ചെയ്യും, കണ്ടെയ്നറിൻ്റെ വാളിലും ഇടിക്കും. ഈ കൊളീഷനുകൾക്കിടക്ക്, രണ്ട് അടുത്തടുത്ത കൊളീഷനുകൾക്കിടക്ക് മോളിക്യൂൾ സഞ്ചരിക്കുന്ന സ്ട്രെയിറ്റ് പാത്തിൻ്റെ പേരാണ് ഫ്രീ പാത്ത്. ആ ഫ്രീ പാത്തിൻ്റെ ആവറേജ് ആണ് മീൻ ഫ്രീ പാത്ത്. ഓക്കെ, ആവറേജ് ഡിസ്റ്റൻസ് കവേർഡ് ബൈ ഗ്യാസ് മോളിക്യൂൾസ് ഇൻ ബിറ്റ്വീൻ 2 സക്സസീവ് കൊളീഷൻസ്. ഫോർമുല ബൈ ഹാർട്ട് ആക്കി വെക്കുക. L bar is equal to 1/√2 n pi d square. എന്തിനെല്ലാം മീൻ ഫ്രീ പാത്ത് ഡിപ്പെൻഡ് ചെയ്യുമെന്ന് ചോദിച്ചാൽ, ഒന്ന് സ്മോൾ ലെറ്റർ n, നമ്പർ ഡെൻസിറ്റി ഓഫ് മോളിക്യൂൾസ്, നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം എന്ന് പറയാം. പിന്നെ അടുത്ത ഡി ആണ്. ഡി പറഞ്ഞാൽ ഡയാമീറ്റർ ഓഫ് മോളിക്യൂൾ, അതാണ് സൈസ് ഓഫ് മോളിക്യൂൾ എന്ന് എഴുതിയത്. ഡി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡയാമീറ്റർ ആണ്. ഡയാമീറ്റർ കൂടിക്കഴിഞ്ഞാൽ മീൻ ഫ്രീ പാത്ത് കുറയും. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ: ഫൈൻഡ് ദി റേഷ്യോ ഓഫ് RMS വെലോസിറ്റി ഓഫ് ഹൈഡ്രജൻ മോളിക്യൂൾ ടു ദാറ്റ് ഓഫ് നൈട്രജൻ മോളിക്യൂൾ അറ്റ് NTP, നോർമൽ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഹൈഡ്രജൻ്റെയും നൈട്രജൻ്റെയും RMS വെലോസിറ്റികളുടെ റേഷ്യോ എന്താ? വെലോസിറ്റി കാണാനുള്ള ഫോർമുല √3 kBT/m. ഹൈഡ്രജൻ്റെ വെലോസിറ്റി ആകുമ്പോൾ √3 kBT ബൈ മാസ് ഓഫ് ഹൈഡ്രജൻ മോളിക്യൂൾ 2 AMU. ഓക്കെ, നൈട്രജൻ മോളിക്യൂളിൻ്റെ മാസ് ആകുമ്പോൾ 3 kBT/28. രണ്ടാളും ടെമ്പറേച്ചർ സെയിം ആണ്, രണ്ടാളുടെയും ടെമ്പറേച്ചർ NTP സെയിം ടെമ്പറേച്ചറാണ്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ VH/VN ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ 3 kB കട്ട് ചെയ്ത് പോകും. √28/2 √14 എന്ന് വരും. അപ്പോൾ VH ഈസ് ടു VN √14 ഈസ് ടു 1 എന്ന് വരും. ഓക്കെ, ശരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഓൺ ദി ബേസിസ് ഓഫ് കൈനറ്റിക് തിയറി എക്സ്പ്ലെയിൻ വൈ ഇവാപ്പറേഷൻ കോസസ് കൂളിംഗ്. കൈനറ്റിക് തിയറിയെ ബേസ് ചെയ്തുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ചോദ്യമാണ്. കൈനറ്റിക് തിയറിയെ ബേസ് ചെയ്തുകൊണ്ട് ബോയിൽസ് ലോ എക്സ്പ്ലെയിൻ ചെയ്യാനും, ചൂടാക്കുമ്പോൾ എന്താ പറയുക ടെമ്പറേച്ചർ കൂടുന്നത് എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ എക്സാമിന് ചോദ്യം വന്നിട്ടുണ്ട്. മറ്റൊരു ക്വസ്റ്റ്യനാണ്, അതായത് ഇവാപ്പറേഷൻ വഴി, ഇവാപ്പറേഷൻ അറിയില്ലേ, ബാഷ്പീകരണം, വെള്ളം പെട്ടെന്ന് ബാഷ്പീകരിച്ച് സ്റ്റീമായി പോകുന്ന സമയത്ത്, ഗ്യാസായി മാറുന്ന സമയത്ത് അവിടെ തണുപ്പുണ്ടാവും. അതെന്തുകൊണ്ട്? നോക്കട്ടെ, ഇവാപ്പറേഷൻ നടക്കുന്ന സമയത്ത് ആ ലിക്വിഡിൻ്റെ സർഫസിൽ ഉണ്ടാകുന്ന ഗ്യാസ് മോളിക്യൂൾസ് ലിക്വിഡിൻ്റെ സർഫസിൽ നിന്ന് എസ്കേപ്പ് ആയി പോവാണ്. ഏത് മോളിക്യൂളിനെ എസ്കേപ്പ് ആവാൻ പറ്റിയ നല്ല വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന, നല്ല കൈനറ്റിക് എനർജിയിൽ മൂവ് ചെയ്യുന്ന മോളിക്യൂളുകൾക്കാണ്, ലിക്വിഡിൻ്റെ സർഫസിലുള്ള അത്തരം മോളിക്യൂളുകൾക്കാണ് എസ്കേപ്പ് ആയി പോകാൻ സാധിക്കുക. അങ്ങനെ എസ്കേപ്പ് ആയി പോകുമ്പോഴാണ് ബാഷ്പീകരണം, ഇവാപ്പറേഷൻ അവിടെ എന്ത് ചെയ്യുന്നത്, നടക്കുന്നത്. ഓക്കെ, അപ്പോൾ നല്ല കൈനറ്റിക്, നല്ല ഹൈ കൈനറ്റിക് എനർജിയുള്ള മോളിക്യൂൾസ് ഒക്കെ എസ്കേപ്പ് ആയി പോയാൽ ആ ലിക്വിഡിൻ്റെ കൈനറ്റിക് എനർജി കുറഞ്ഞു. നല്ല കൈനറ്റിക് എനർജി ഉള്ളവർക്ക് എസ്കേപ്പ് ആയി പോയി. അപ്പോൾ കൈനറ്റിക് എനർജി കുറഞ്ഞു. ആവറേജ് കൈനറ്റിക് എനർജിയാണ് അബ്സല്യൂട്ട് ടെമ്പറേച്ചറിൻ്റെ അളവ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൈനറ്റിക് എനർജി കുറയുന്ന സമയത്ത് ടെമ്പറേച്ചർ കുറയുന്നു. അതാണ് കൂളിംഗ് ഉണ്ടാകാൻ കാരണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: 2 വെസൽസ് ഓഫ് സെയിം സൈസ് ആർ അറ്റ് ദി സെയിം ടെമ്പറേച്ചർ. ഒരേ സൈസിലുള്ള, ഒരേ ടെമ്പറേച്ചറുള്ള 2 വെസലുകൾ. വൺ ഓഫ് ദം ഹോൾഡ്സ് 1 കിലോഗ്രാം ഹൈഡ്രജൻ. ഒന്നിൽ 1 കിലോഗ്രാം ഹൈഡ്രജൻ ഗ്യാസാണ്, മറ്റതിലാകട്ടെ 1 കിലോഗ്രാം നൈട്രജൻ ആണ്. വിച്ച് ഓഫ് ദീസ് വെസൽസ് കണ്ടെയ്ൻ മോർ മോളിക്യൂൾസ്? ഒന്നിൽ 1 കിലോഗ്രാം ഹൈഡ്രജൻ, ഒന്നിൽ 1 കിലോഗ്രാം നൈട്രജൻ. നിങ്ങൾക്കറിയാം, ഹൈഡ്രജൻ മാസ് കുറഞ്ഞതല്ലേ. 1 കിലോഗ്രാം ഹൈഡ്രജൻ എടുത്താൽ അതിലല്ലേ കുറേ മോളിക്യൂൾസ് ഉണ്ടാകുക. 1 കിലോഗ്രാം നൈട്രജൻ അത്ര മോളിക്യൂൾസ് ഉണ്ടാകുക, കാരണം ഉള്ള മോളിക്യൂളുകളുടെ നൈട്രജൻ്റെ മാസ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് മോളിക്യൂൾസ് കൂടുതൽ എവിടെ ഇരിക്കും ഉണ്ടാവുക? ഹൈഡ്രജനാണ്, കാരണം അത് വളരെ സൈസ് കുറഞ്ഞ ആളാണ്. ഓക്കെ, അതേപോലെ മാസ് കുറഞ്ഞവരാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കൂടുതൽ മോളിക്യൂൾസ് ഹൈഡ്രജനിൽ ഉണ്ടാവുക. ഇനി അത് എങ്ങനെയെന്നുള്ളത് ഒന്നുകൂടി വിശദീകരിച്ച് മനസ്സിലാക്കാൻ വേണ്ടി, മോർ മോളിക്യൂൾസ് ചോദിച്ചാൽ ഹൈഡ്രജൻ എന്ന് എഴുതിയാൽ മനസ്സിലായി. പക്ഷേ ഞാൻ നമ്പർ ഓഫ് മോൾസ് കാണാൻ നമ്മൾ കെമിസ്ട്രി പഠിച്ചില്ലേ, നമ്പർ ഓഫ് മോൾസിനെ മ്യൂ എഴുതും. മാസ് ബൈ മോളാർ മാസ്. ആകെ മാസ് 1 കിലോഗ്രാം ആണ്, അപ്പോൾ 1000 ഗ്രാം. എത്ര ഹൈഡ്രജൻ്റെ മാസ്? 2 ഗ്രാം. മാസ് ബൈ മോളാർ മാസ്,
അങ്ങനെ ചെയ്യുമ്പോൾ നമ്പർ ഓഫ് മോൾസ് കിട്ടും. നമ്പർ ഓഫ് മോൾസ് കിട്ടിക്കഴിഞ്ഞാൽ അതിനർത്ഥം ഇവിടെ ഹൈഡ്രജനാണ് കൂടുതൽ, നമ്പർ ഓഫ് മോൾസ് കൂടുതൽ, നമ്പർ ഓഫ് മോളിക്യൂൾസ് കൂടുതൽ. ഓക്കെ, അങ്ങനെ വിശദീകരിച്ച് ഏതാണെന്ന് ചോദിച്ചിട്ടില്ല. ആർക്കാ കൂടുതൽ മോളിക്യൂൾസ് എന്ന് വെച്ചാൽ ഹൈഡ്രജൻ എഴുതി കഴിഞ്ഞാൽ മാർക്കായി. ദെൻ വിച്ച് ഓഫ് ദി വെസൽ ഈസ് അണ്ടർ ഗ്രേറ്റർ പ്രഷർ? പ്രഷർ ആർക്കാ കൂടുതൽ? പ്രഷർ കാണാൻ പല ഫോർമുലകൾ നമ്മൾ പഠിച്ചു. ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിൽ പ്രഷർ കാണാൻ NKBT എന്നൊരു ഫോർമുല പഠിച്ച് ഓർമ്മയുണ്ടോ? ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്, KB കോൺസ്റ്റൻ്റ് ആണ്, ടെമ്പറേച്ചറും കോൺസ്റ്റൻ്റ്. ഓക്കെ, KB അല്ലെങ്കിൽ ബോൾസ്മാൻ കോൺസ്റ്റൻ്റ് ഒരു കോൺസ്റ്റൻ്റ് ആണ്, ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞു. അപ്പം നമ്പർ ഓഫ് മോളിക്യൂൾസ് കൂടിയ ആ വെസലിനകത്ത് പ്രഷർ കൂടും. ഹൈഡ്രജൻ അല്ലേ നമ്പർ ഓഫ് മോളിക്യൂൾസ് കൂടുതൽ, അപ്പോൾ ഹൈഡ്രജൻ നിറച്ച ആ കണ്ടെയ്നറിൽ പ്രഷർ കൂടുതലായിരിക്കും. ഇനി അതേപോലെ വിച്ച് വെസൽ ദി ആവറേജ് മോളിക്കുലർ സ്പീഡ് അഥവാ വെലോസിറ്റി, മോളിക്യൂളുകളുടെ വെലോസിറ്റി എവിടെ ഗ്രേറ്റർ? വെലോസിറ്റി കാണാനുള്ള ഫോർമുല നിങ്ങൾക്കറിയാം, √3kBT/m ആണ്, അല്ലെങ്കിൽ √3RT/m എന്ന് എഴുതാം. മാസ് കുറഞ്ഞെടുത്താൽ വെലോസിറ്റി കൂടുക. മാസ് ആർക്കാ കുറവ്? ഹൈഡ്രജൻ അല്ലേ. അപ്പോൾ ഹൈഡ്രജൻ ഗ്യാസ് നിറച്ച വെസലിനകത്താണ് അല്ലെങ്കിൽ ഹൈഡ്രജൻ മോളിക്യൂളുകൾക്കാണ് വെലോസിറ്റി കൂടുക. എത്രത്തോളം കൂടും? കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്തു, അതുകൊണ്ട് ഞാൻ സ്റ്റെപ്പ് കുറച്ചു. V ഹൈഡ്രജൻ ബൈ V നൈട്രജൻ തൊട്ട് മുമ്പുള്ള പ്രോബ്ലം ചെയ്തു, √14 എന്നാണ്. സോ വെലോസിറ്റി ഓഫ് ഹൈഡ്രജൻ ഇസ് ഈക്വൽ ടു √14 ഇൻറ്റു വെലോസിറ്റി ഓഫ് നൈട്രജൻ. ഹൈഡ്രജൻ ആണ് വെലോസിറ്റി കൂടുക. എത്ര ടൈംസ് കൂടും? നൈട്രജനേക്കാൾ √14 ടൈംസ് കൂടും. ഓക്കെ, ആ √14 വന്നത് തൊട്ട് മുമ്പുള്ള പ്രോബ്ലത്തിൽ, നമ്മളത് കുറച്ച് മുമ്പുള്ള പ്രോബ്ലത്തിൽ അത് വിശദീകരിച്ചിട്ടുണ്ട്. ഇതാണ് ആ √14. ഓക്കെ, യെസ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഒബ്റ്റെയിൻ ദി റേഷ്യോ ഓഫ് സ്പെസിഫിക് ഹീറ്റ് ഓഫ് മോണോ അറ്റോമിക് ഗ്യാസ്. മോണോ അറ്റോമിക് ഗ്യാസ്, ഡയറ്റോമിക്, റിജിഡ് റൊട്ടേറ്റർ, നോൺ റിജിഡ് റൊട്ടേറ്റർ, പോളി അറ്റോമിക്, 4 കേസും നമ്മൾ തിയറി എടുത്ത സമയത്ത് വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ മോണോ അറ്റോമിക് ഗ്യാസിൻ്റെ ഗാമ CP/CV കാണാൻ 3 മാർക്കിന് എക്സാം ഒരിക്കൽ ചോദിച്ചത്. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 3 ആണ്, അപ്പോൾ എനർജി 3/2 kBT. ഒരു മോൾ ഗ്യാസിൻ്റെ എനർജി കാണുമ്പോൾ ഞാൻ ഷോർട്ട് കട്ടൊക്കെ പറഞ്ഞു, KB മാറ്റിയിട്ട് 6 ആക്കിയാൽ മതി. CV കാണുമ്പോൾ ΔU/ΔT എന്നാണ് ഫോർമുല, അപ്പോൾ ഇതിനകത്ത് T ഒഴിവാക്കിയ 3/2R. പിന്നെ CP കാണുമ്പോൾ CP - CV ആണ് 6, അപ്പോൾ CP = R+CV ചെയ്യുമ്പോൾ ഈ 3/2R 5/2R ആവും. ഷോർട്ട് കട്ട് പറഞ്ഞു തന്നു, 3 എന്നുള്ളതിൻ്റെ കൂടെ 2 ആഡ് ചെയ്താൽ 5 ആവും. ഗാമ കാണാൻ പറഞ്ഞാൽ CP/CV ഈ ന്യൂമറേറ്റർ 5/3 എന്ന് കിട്ടും. ഓക്കെ, ദെൻ റൈറ്റ് 4 പോസ്റ്റുലേറ്റ്സ് ഓഫ് കൈനറ്റിക് തിയറി. ഞാൻ ഇനി വായിക്കുന്നില്ല. കൈനറ്റിക് തിയറിയുടെ എല്ലാ പോസ്റ്റുലേറ്റ്സും വൃത്തിക്ക് നമ്മൾ പഠിപ്പിച്ചതാണ്. 6ഓളം പോസ്റ്റുലേറ്റ്സ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അതിൽ നിന്നൊരു 4 പോസ്റ്റുലേറ്റ്സ് വീണ്ടും എഴുതിയിട്ടുണ്ട്. ഇഷ്ടമുള്ള ഏതെങ്കിലും 4 പോസ്റ്റുലേറ്റ്സ് എഴുതാനാണ് ഇവിടെ നമുക്ക് ആവശ്യമുള്ളത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. പ്രൂവ് ദാറ്റ് ടെമ്പറേച്ചർ ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് ഈസ് ദി മെഷർ ഓഫ് ദ മീൻ ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി പെർ മോളിക്യൂൾ ഓഫ് ഗ്യാസ്. കൈനറ്റിക് എനർജി ഈസ് പ്രൊപ്പോർഷണൽ ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ ആവറേജ് കൈനറ്റിക് എനർജിയുടെ ഒരു അളവാണ്. ഓക്കെ, അല്ലെങ്കിൽ കൈനറ്റിക് എനർജിയുടെ ഫോർമുല ഡിറൈവ് ചെയ്യുക, അങ്ങനെയൊക്കെ പല രീതിയിൽ ചോദിക്കാം. നോക്കാം, പ്രഷറിൻ്റെ ഫോർമുല എഴുതി, P = small n kBT എന്ന് എഴുതി, n കട്ട് ചെയ്തു. അങ്ങനെ നമ്മൾ കൈനറ്റിക് എനർജിയുടെ ഫോർമുല 3/2 kBT എന്ന് കിട്ടി. സോ കൈനറ്റിക് എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ എന്ന് കിട്ടി. ടെമ്പറേച്ചർ ഈസ് എ മെഷർ ഓഫ് ആവറേജ് കൈനറ്റിക് എനർജി എന്നുള്ളത് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ദെൻ 3 മാർക്കിന് 2 തവണ എക്സാമിന് ചോദിച്ചു. പ്രഷർ എക്സെപ്റ്റഡ് ബൈ ഐഡിയൽ ഗ്യാസിൻ്റെ ഡെറിവേഷൻ നേരത്തെ പഠിപ്പിച്ചതാണ്. ഒരു തവണ കൂടി ചുരുങ്ങിയ സ്റ്റെപ്പുകളിലാക്കി എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്ത് വേണമെങ്കിൽ, നേരത്തെ പഠിച്ചിട്ടില്ലെങ്കിൽ, നേരത്തെ തിയറി ക്ലാസ് കണ്ടിട്ടില്ലെങ്കിൽ വീണ്ടും ഒരു തവണ കൂടി എഴുതി പഠിച്ചെടുക്കാവുന്നതാണ്. പ്രഷർ എക്സെപ്റ്റഡ് ബൈ ഐഡിയൽ ഗ്യാസ് ΔP/ΔT × N ടോട്ടൽ ഫോഴ്സ് ബൈ ഏരിയ. ഓക്കെ, ഏരിയ 1 ആണ് വരിക, സ്ക്വയർ ആയതുകൊണ്ട് അതുകൊണ്ട് ഏരിയ 1, ബാക്കി ΔP - 2mVx, ΔT 2/Vx, N എല്ലാം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കൈനറ്റിക് തിയറി എന്നുള്ള ചാപ്റ്ററിൽ ഇത്രയും കാര്യങ്ങളാണ്. 2-3 മാർക്കിൻ്റെ ചോദ്യം വരും. ഈ ഏരിയകളിൽ നിന്നായിരിക്കും ആ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. കൃത്യമായി പഠിക്കുക, വൃത്തിയായി മനസ്സിലാക്കി എക്സാം എഴുതാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. താങ്ക് യു ആൾ.